ഉണ്ടായിരുന്നോ യമുനയുടെ പ്രപ്പോസൽ എഴുന്നള്ളിച്ച് അങ്ങോട്ട് പോയിട്ട്? അതുകൊണ്ടല്ലേ നാണം കെട്ടത്. യമുനയ്ക്ക് ഇഷ്ടമല്ലാത്ത ബന്ധം എന്തിന് അവളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നു? യമുനയെ പിന്നെ എന്ത് ചെയ്യണം? അത് എന്നോടല്ല, യമുനോടാ ചോദിക്കണ്ടത്. രണ്ടും തുല്യമാണല്ലോ. ദേവാ, സത്യം പറഞ്ഞപ്പോൾ നീ ചൂടാകുന്നതിന്? ഈ നിലയിൽ പോയാൽ യമുനയ്ക്ക് നല്ലൊരു ബന്ധം വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇന്നൊരു അരവിന്ദാഷ് മാഷ്, നാളെ മറ്റൊരാൾ. ഒരു പെൺകുട്ടിയുടെ ജീവിത കഷ്ടത്തിലാവുന്നത് താനത് ആലോചിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ആലോചിക്കണം, വളരെ ഗൗരവമായിട്ട് തന്നെ ആലോചിക്കണം. എന്താമ്മേ, വലിയ പാക്കറ്റാണല്ലോ. അച്ഛനുള്ളതാ, നോക്കട്ടെ. മംഗല്യ മാരേജ് ബ്യൂറോ. ഇതിപ്പോ ഇങ്ങോട്ട് അയക്കാൻ എന്താ കാര്യം? പൊട്ടിക്കട്ടെ? വേണ്ട, അച്ഛന് വന്ന കത്ത് അച്ഛൻ തന്നെ പൊട്ടിക്കട്ടെ. അമ്മേ, അല്ലമ്മേ, ഇതിന് പിന്നിൽ എന്തോ ഒരു സംഗതി ഉണ്ടല്ലോ. മംഗല്യ മാരേജ് ബ്യൂറോയിന്ന് ഇങ്ങനെ ഒരു പാക്കറ്റ് വെറുതെ ഇങ്ങോട്ട് വരുമോ? അമ്മ അത് തന്നെ. അത് അച്ഛനുള്ളതാ, വേണ്ടാന്ന്. പൂരാടം നക്ഷത്രം, 5 അടി 10 ഇഞ്ച് ഉയരം, 25 വയസ്സ്, സർക്കാർ ഉദ്യോഗം, ഒറ്റ മകൻ. എന്താ അമ്മ ഇതിന്റെ അർത്ഥം? ഏതിന്റെ? ഇത് കുറെ ബയോഡേറ്റയാ. മാരേജ് ബ്യൂറോക്കാർ അച്ഛന്റെ മേൽവിലാസത്തിൽ അയച്ചത്. സുമിത്രേച്ചി പ്രസാദറ്റിനിൽ നിന്ന് മാറി താമസിക്കുന്നു എന്നല്ലാതെ ബന്ധം പിരിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ ഇത് ചേച്ചിക്കുള്ള പ്രപ്പോസൽ അല്ല, പിന്നെ ആർക്കുള്ളതാ? നീ ഇത് എന്നോട് ചോദിച്ചാ എനിക്കെങ്ങനെ അറിയാം? അമ്മയ്ക്കറിയാം. അച്ഛനും അമ്മയും കൂടെ പ്ലാൻ ചെയ്ത് ഒപ്പിച്ച പണിയല്ലേ ഇത്? യമുനെ, ഞാൻ ഇതറിഞ്ഞ കാര്യമല്ല. ഇങ്ങനെ ഒരു സംഗതിയെപ്പറ്റി എന്നോട് സൂചിപ്പിച്ചിട്ട് പോലും ഇല്ല കുട്ടി. ഒരിക്കലും ഒരു ആലോചനയും കൊണ്ട് വന്നപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന്. പിന്നെന്തിനാ വീണ്ടും ഒരു മാരേജ് ബ്യൂറോയിൽ പോയി പേര് കൊടുത്തിരിക്കുന്നേ? എന്നെ കല്യാണം കഴിപ്പിച്ചു വിടാൻ അച്ഛൻ എന്താ ഇത്ര ധൃതി? ഞാനിവിടെ കഴിയുന്നത് നിങ്ങൾക്കൊക്കെ അത്ര ബുദ്ധിമുട്ടാണോ? എന്താ യമുനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നല്ലാതെ. വേണ്ട വേണ്ടെന്ന് പറഞ്ഞാലും പിന്നെയും ഇത് വലിയ കഷ്ടം തന്നെയാ. ഈ ബ്യൂറോയിൽ പോയി പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് ചോദിച്ചൂടായിരുന്നു അച്ഛന്? കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ ഞാൻ. എന്തിനാ ഇങ്ങനെ ഓരോന്ന് അടിച്ചേൽപ്പിക്കുന്നേ? ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ അച്ഛൻ. ഇപ്പൊ എന്താ ഒരു പുതുമ? ഇത് കണ്ട ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഗതി കല്യാണാണെന്ന് തോന്നുമല്ലോ. മനുഷ്യന് വേറെ ഒരു ലക്ഷ്യമില്ലേ? കല്യാണം ഒരു ലക്ഷ്യമൊന്നുമല്ല, പക്ഷേ അത് ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നിനക്കതങ്ങനെ തോന്നുന്നില്ലെങ്കിൽ പ്രധാനപ്പെട്ടതായി നിനക്ക് തോന്നുന്നത് എന്താണ്? അച്ഛാ, ഞാൻ പറഞ്ഞത്. നീ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു. കേട്ടതുകൊണ്ടാ ചോദിക്കുന്നത്. കല്യാണം മാറ്റിവെച്ചിട്ട് എന്ത് ചെയ്യാനാ നിനക്ക് താല്പര്യം? എനിക്ക് പഠിക്കണം. പഠിത്തമല്ലേ? എത്ര കാലം? അനന്തമായ വിദ്യാഭ്യാസമാണോ ഉദ്ദേശിക്കുന്നത്? അതോ 3-4 വർഷം കൂടി നീളുന്ന പഠിത്തമോ? 1-2 PhD കിട്ടിയാൽ തീരുമോ? അത് ഒരു ഉദ്യോഗം കിട്ടിയാൽ തീരുമോ? എന്താടി മിണ്ടാത്തത്? എന്താ അവളോട് ഇങ്ങനെയൊക്കെ? നീയല്ല, അവളാണിപ്പോ സംസാരിക്കേണ്ടത്. യമുനെ, നീ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. കല്യാണം ഉടനെ വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അതിന് കാരണം പഠനം അല്ലേ? നല്ല ചിന്താഗതിയാണ്. അച്ഛനതിൽ സന്തോഷമുണ്ട്. നന്നായി പഠിക്കുന്ന മക്കളുടെ മേൽ വിവാഹം അടിച്ചേൽപ്പിക്കുന്ന ഒരു ഏകാധിപതിയൊന്നും അല്ല അച്ഛൻ. പക്ഷേ നീ നന്നായി പഠിച്ചു എന്ന് അച്ഛൻ അറിയാൻ കഴിയുന്നത് പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോഴാണല്ലോ, അല്ലേ? ഫൈനൽ ഇയർ എക്സാം അവള് നന്നായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ.
എല്ലാ പേപ്പറും? ഉവ്വ. എത്ര ശതമാനം മാർക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്? ഒരു കണക്കൂട്ടൽ കാണുമല്ലോ നമുക്ക്. 60%, 65%, 70, 75, അങ്ങനെ ഒരു കണക്കൂട്ടൽ. നിന്റെ പ്രതീക്ഷ എത്രയാ? ഒരു ഏകദേശം പറഞ്ഞാൽ മതി. നിന്റെ ടീച്ചേഴ്സിനൊക്കെ നല്ല പ്രതീക്ഷയുണ്ട്. ആദ്യത്തെ 4 or 5 റാങ്കിനുള്ളിൽ വരില്ലേ എന്നാണ് സിദ്ധാർത്ഥ മാഷ് ഇന്ന് രാവിലെ എന്നോട് ചോദിച്ചത്. ഞാനൊന്നും പറഞ്ഞില്ല. പരീക്ഷ എഴുതിയത്, എല്ലാ പേപ്പറും എഴുതിയത് നീയല്ലേ, ഞാനല്ലല്ലോ. യമുനെ, ഇതുവരെ നീ എന്നോട് പറഞ്ഞതിൽ സത്യമല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. പരീക്ഷയുടെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. പറഞ്ഞത് അത്രയും സത്യമല്ലേന്ന്? അച്ഛാ, ഞാൻ ലാസ്റ്റ് പേപ്പർ ഞാനെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിന്നോട് ചോദിച്ചത്. 1.5 മണിക്കൂറോളം പരീക്ഷാ ഹാളിൽ ഇരുന്നിട്ട് പുറത്തു പോയപ്പോ ഉത്തരക്കടലാസിൽ കുറെ വരയും കുറിയും മാത്രം. ഈശ്വര, പഠിത്തത്തിൽ മാത്രം താല്പര്യമുള്ള, ഇനിയും പഠിച്ചേ തീരൂ എന്ന് ദാഹമുള്ള സ്റ്റുഡന്റിന്റെ ഉത്തരക്കടലാസിലെ പെർഫോമൻസ്. അച്ഛനൊന്നും അറിയില്ലെന്ന് വിചാരിച്ചോ? അതോ നുണ പറഞ്ഞ അച്ഛനെ പറ്റിക്കാമെന്ന് വിചാരിച്ചോ? അച്ഛാ, ഞാൻ മനഃപൂർവ്വമല്ല. എനിക്ക് എന്തുകൊണ്ട് നീ പരീക്ഷ എഴുതിയില്ല? പകലും രാത്രിയും ഒരുപോലെ നീ പഠിക്കുന്നുണ്ടായിരുന്നല്ലോ. പിന്നെന്ത് സംഭവിച്ചു? ഞാൻ ആകെ ടെൻഷനിലായിരുന്നു. എന്ത് ടെൻഷൻ? അറിയില്ല, വല്ലാത്ത തലവേദന തോന്നി. ഒന്നും ഓർമ്മ വരാതായി. എങ്കിൽ എന്തുകൊണ്ട് നീ ഈ കാര്യം എന്നോട് ഇതുവരെ പറഞ്ഞില്ല? തലവേദനയായിരുന്നു ചതിച്ചതെങ്കിൽ അത് ഒളിച്ചു വെച്ചതെന്തിന്? അച്ഛനെ വെറുതെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ച. ഭാഗ്യലക്ഷ്മി കേട്ടല്ലോ. തലവേദനയും ടെൻഷനും ആക്രമിച്ചാൽ പിന്നെ എന്ത് ചെയ്യും? ശരി, ഈ വിഷയം ഇനി നമ്മൾ സംസാരിക്കുന്നില്ല. ഇവനെ, ഇനിയുള്ള നിന്റെ കാര്യങ്ങൾ അച്ഛൻ നിശ്ചയിക്കും. എന്ന് വെച്ചാൽ നല്ലൊരു പ്രപ്പോസൽ ഒത്തുവന്നാൽ നിന്റെ വിവാഹം അച്ഛൻ നടത്തിയിരിക്കും. മനസ്സിലായല്ലോ? ഈ കേട്ടത് നേരാണോടി? പരീക്ഷ നീ എഴുതിയില്ലേ? ഈശ്വര, ഇത്രയും ദിവസം ഉറക്കം ഉളച്ചിരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഒടുവിൽ പരീക്ഷ എഴുതാതിരുന്ന പിന്നെന്താ ഒരു പ്രയോജനം? എന്താ നീ പരീക്ഷ എഴുതാഞ്ഞേ? കേട്ടില്ല ഇതുവരെ പറഞ്ഞതൊന്നും. അതെ, നോക്കൂ, എന്താ ശരിക്കും ഉണ്ടായത്? യമുന പരീക്ഷ എഴുതിയില്ലെന്ന് എനിക്കങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. എന്തെങ്കിലും ഒരു കാരണം വേണ്ട എഴുതാതിരിക്കാൻ? ശങ്കരേട്ടാ, എന്തു പറ്റി? എന്തോ ഒരു വല്ലാത്ത മനപ്രയാസം ഉണ്ടല്ലോ. എന്തായാലും എന്നോട് പറയൂ. ഉണ്ട്, നല്ല മനപ്രയാസമുണ്ട്. പക്ഷെ അത് നിന്നോട് പറഞ്ഞാൽ തീരുവോ? നീ തീർക്കുമോന്ന്? ഇതെന്തു പറ്റി? എന്താ ശങ്കരേട്ട ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു മുഖം. അതെ, ഇതുവരെ കാണാത്തതാണ് ഈ മുഖം. മുഖം മാത്രമല്ല, ഭാവവും മാറും. നടന്നുകൂടാത്തത് നടന്നാൽ മനുഷ്യന്റെ സമനില തന്നെ തെറ്റിപ്പോവും, ഭ്രാന്ത് പിടിക്കും. മനസ്സിലായോ നിനക്ക്? ഇനി എന്താ അറിയേണ്ടത്? ഒന്ന് നീ അറിയാതിരിക്കുന്നതാ നല്ലത്. അറിയേണ്ട സമയത്ത് അറിയാതിരുന്നതിന്റെ ഫലമാ, ശ്രദ്ധിക്കാതിരുന്നതിന്റെ ഫലമാ ഇപ്പൊ കാണുന്നതൊക്കെ. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? തെളിച്ചു പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവൂ. ഞാൻ പറഞ്ഞെങ്കിലേ നിനക്ക് മനസ്സിലാവൂ അല്ലേ? അല്ലാതെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ നോക്കിക്കണ്ട് പഠിക്കാൻ നിനക്ക് കഴിയില്ല. യമുനയുടെ കാര്യമാണോ ഈ പറയുന്നത്? അവൾ പരീക്ഷ എഴുതുന്നുണ്ടോ ഇല്ലയോന്ന് ഇവിടെ വീട്ടിലിരിക്കുന്ന ഞാൻ എങ്ങനെയാ അറിയുക? മക്കള് പറയുന്നത് വിശ്വസിക്കാനല്ലേ അമ്മമാർക്ക് പറ്റൂ. വിശ്വസിച്ചോ, കണ്ണുമടച്ച് വിശ്വസിച്ചോ. അല്ലെങ്കിലും
അച്ഛനും അമ്മയും മന്ദബുദ്ധികളാകുന്നതാ ഇപ്പോഴത്തെ മക്കൾക്ക് സൗകര്യം. ഇങ്ങനെ എങ്ങും തൊടാതെ ദേഷ്യപ്പെട്ട് സംസാരിച്ച ഞാൻ എന്തു ചെയ്യും? യമുന പരീക്ഷ എഴുതിയില്ലെന്ന് സത്യമായും ദാ ശങ്കരേട്ടൻ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അത് തലവേദന കാരണമല്ലെന്ന് എനിക്കും തോന്നുന്നുണ്ട്. പിന്നെ എന്താ കാരണം? നേരിട്ട് ചോദിച്ചൂടെ അവളോട് തന്നെ? സത്യസന്ധമായി അവൾ ഉത്തരം തരും. ജീവിതത്തിലെ പ്രധാന സംഗതി കല്യാണമല്ല. എത്ര ഉയർന്ന ചിന്താഗതിയാണ് എൻ്റെ കുട്ടിയുടേത്. മറ്റു കുട്ടികൾ ആത്മാർത്ഥമായി എക്സാം എഴുതുമ്പോൾ പ്രൊഫസർ ശങ്കർജിയുടെ മകൾ ആൻസർ പേപ്പറിൽ ചിത്രരചന നടത്തുക. എന്തൊരു അഭിമാനം. ഇവൾക്ക് എന്തു പറ്റി? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അതെ, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പിന്നെ എപ്പോഴാണ് അവൾ മാറി തുടങ്ങിയത്? അത് നീ അറിഞ്ഞില്ല. കാരണം നീ ശ്രദ്ധിച്ചില്ല. പെൺമക്കളുടെ കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ടത് അമ്മയാണെന്ന സത്യം നീ ഓർമ്മിച്ചില്ല. എന്തിനാ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? നമ്മുടെ മക്കള് തെറ്റായ വഴിയിലൂടെ പോകുമെന്ന് എങ്ങനെ കരുതാൻ ഒക്കും? അങ്ങനെയാണോ അവരെ നമ്മൾ വളർത്തിയത്? ശരിയാണ്, നേർവഴിയിലൂടെ പോകാനാണ് അവരെ പഠിപ്പിച്ചത്. പക്ഷേ ഏതായാലും യമുനയുടെ വിവാഹം ഒട്ടും താമസിയാതെ നടത്തണം. നീ ഇത് വല്ലതും നോക്കിയോ? നല്ല പ്രപ്പോസൽ ഏതെങ്കിലും ഇതിലുണ്ടോ? പിന്നെ 100% പെർഫെക്റ്റ് ആയതിനു വേണ്ടി കടുംപിടുത്തം പിടിക്കുന്നത് മണ്ടത്തരമാണ്. അങ്ങനെ ഒരു 100% ഒന്നുമില്ല. അപ്പോ യമുനയുടെ വിവാഹം ഉടനെ നടത്തണമെന്ന് തന്നെയാണോ? എന്താ, പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ശേഷം ഒരു 10 വർഷം കഴിഞ്ഞ് മതിയെന്നാണോ? ആണോ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നീ പ്രത്യേകമായ ഒന്നും ഉദ്ദേശിക്കണ്ട. ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. മനസ്സിലായോ? അമ്മേ, നീ വന്നോ? അമ്മയ്ക്ക് എന്തു പറ്റി? എന്തിനാ കരയുന്നേ? കരയാനുള്ള കാര്യങ്ങളുണ്ടാവുമ്പോ പിന്നെ എന്ത് ചെയ്യും മോളെ? എത്രയെന്ന് വെച്ചാ മനസ്സിനുള്ളിൽ ഒതുക്കുക. എന്റെ കാര്യം ഓർത്ത അമ്മ വിഷമിക്കുന്നതെങ്കിൽ അതിന്റെ ആവശ്യമില്ലമ്മേ. കണ്ടില്ലേ, എനിക്കിപ്പോ ദുഃഖമൊന്നുമില്ല. സന്തോഷിക്കാൻ പഠിച്ചു വരിക ഞാൻ. അത് നേരെ. നിനക്കൊരു ദുഃഖമില്ലെന്ന് മുഖം കണ്ടാലറിയാം. എത്ര അഭിനയിച്ചാലും നെഞ്ചിനുള്ളിലെ സങ്കടം പുറത്തു വരും മോളെ. അമ്മ ദയവ് ചെയ്ത് എന്നെ പറ്റി വിചാരിച്ച് അസുഖം വരുത്തി വെക്കരുത്. യമുനയുടെയും ബാബുവിന്റെയും ഭാവി അത് മാത്രമാവണം ഇനി അമ്മയുടെ മനസ്സിലെ ചിന്ത. അത് തന്നെയാ മോളെ ഇപ്പൊ എന്റെ വിഷമവും. ഞാൻ അറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ ഈ വീട്ടിലുണ്ട്. ആരും ഒന്നും എന്നെ അറിയിക്കുന്നില്ല. അമ്മ എന്തായി പറയുന്നേ? രഹസ്യങ്ങളോ? എന്ത് രഹസ്യങ്ങൾ? അറിയില്ല. യമുന പരീക്ഷ എഴുതാത്തതിന്റെ പേരിൽ ശങ്കരേട്ടൻ എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി. യമുന പരീക്ഷ എഴുതാത്തതിനോ? അവൾ എന്തുകൊണ്ട് പരീക്ഷ എഴുതിയില്ല? പറഞ്ഞിട്ട് വേണ്ടേ അറിയാൻ. അച്ഛൻ തന്നെ എങ്ങനെയോ വിവരം അറിഞ്ഞു വന്ന് ചോദ്യം ചെയ്തപ്പോഴവളെ സമ്മതിച്ചത്. തലവേദനിച്ചുകൊണ്ടാണെന്ന് കാരണവും പറഞ്ഞു. പക്ഷേ അതൊന്നും അല്ല കാരണം മോളെ. പിന്നെ അവളത് പറഞ്ഞിട്ടില്ല ഇതുവരെ. എന്തൊരു മണ്ടത്തരം അമ്മ അവള് ചെയ്തത്. ഇത്രയും നാളും കഷ്ടപ്പെട്ട് ഉറക്കം വിളിച്ചിരുന്ന് പഠിച്ചിട്ട് ഒടുവില് അതറിയണോ അമ്മേ? അവൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് അന്വേഷിച്ചറിയണം. സ്വന്തം ഭാവിയെ പറ്റി ആലോചന ഇല്ലാതാവാന്ന് വെച്ചാ. പക്ഷേ ശങ്കരേട്ടന്റെ കാരണമൊക്കെ അറിയാം. അതിന്റെ ദേഷ്യവും വിഷമവും ഒക്കെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്ത് ചെയ്യും ഞാൻ?
മനസ്സിന്റെ വിഷമവും ശ്വാസം മുട്ടലും വേറൊരാളോട് തുറന്നു പറഞ്ഞ അത്ര ആശ്വാസം കിട്ടില്ലേ മോളെ? പക്ഷെ ഒരക്ഷരം വേണ്ടില്ല, എല്ലാം തനിയെ സഹിച്ച് നടപ്പ. ഒന്നിച്ച് ജീവിതം തുടങ്ങിയിട്ട് ഒരിക്കൽ പോലും എന്നോട് മുഖം കറുത്ത് സംസാരിച്ചിട്ടില്ലാത്ത ശങ്കരേട്ടൻ ഞാനിപ്പോ എന്ത് ചോദിച്ചാലും എന്നോട് ദേഷ്യപ്പെടുക. ഞാൻ എന്ത് ചെയ്യും? യമുന എവിടെ അമ്മേ? അകത്തുണ്ട്. അവൾ എന്തു പറഞ്ഞു? പരീക്ഷക്കാര്യം അച്ഛൻ അറിഞ്ഞതോടെ വർത്തമാനം എല്ലാം നിർത്തി. അച്ഛനാണെങ്കിൽ എത്രയും വേഗം അവളുടെ കല്യാണം നടത്താനുള്ള ശ്രമത്തിലാ. ഒരു മാരേജ് ബ്യൂറോയിൽ പോയി യമുനയുടെ പേരും ചേർത്തു. അവിടുന്ന് കുറെ കത്തും വന്നു. പക്ഷേ കല്യാണം വേണ്ടെന്ന വാശിയില യമുന. പരീക്ഷ എഴുതില്ല, കല്യാണവും വേണ്ട. പിന്നെന്താ അവൾ കണ്ടിരിക്കുന്നതെന്ന് ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല.